ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനൊരു പുതിയ അപ്ഡേഷൻ പറയാൻ വേണ്ടി വന്നതാണ്. നമുക്ക് നമ്മുടെ ഫാമിലിയുടെ അതായത് സിൽവർ ബട്ടൺ കിട്ടി. അതായത് നമ്മുടെ 100K ഫാമിലി അതിൻ്റെ സിൽവർ ബട്ടൺ. ആക്ച്വലി ഇപ്പോൾ 100K അല്ലാന്ന് എനിക്കറിയാം. അത് കുറേ വളർന്നു വന്നു. ഇത് കിട്ടാൻ കുറച്ച് സമയം എടുത്തു. ഞാൻ നിൽക്കുന്ന ലിത്വാനിയ എന്ന രാജ്യത്തേക്ക് ഇത് വരാൻ അത്രയും ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ജർമ്മനി എന്ന രാജ്യത്തേക്ക് ഇത് വരുത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ സത്യത്തിൽ ആക്ച്വലി ജർമ്മനി എന്ന ലൊക്കേഷൻ എൻ്റെ ട്രാവൽ, അതായത് ഇപ്പോൾ എൻ്റെ വെക്കേഷൻ മീൻസ് ഞാനായിട്ട് എനിക്കെടുത്ത വെക്കേഷൻ അതിൻ്റെ ട്രാവലാണ്. അതിൻ്റെ ഇടയിൽ ജർമ്മനി എന്നുള്ള ലൊക്കേഷൻ തീരുമാനിക്കാനുള്ള കാരണം ഇതിവിടെ വന്ന് കളക്ട് ചെയ്യണം, എന്നിട്ട് വേണം വേറെ രാജ്യത്തേക്ക് പോകണം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ട്. എത്രത്തോളം നടക്കുന്ന എനിക്കറിയില്ല, കാരണം ജർമ്മനിനെ കുറേ കണ്ടു തീർക്കാനുണ്ട്. നമുക്ക് എന്തായാലും ആ വിഷയത്തിലേക്ക് പോകണം. മുന്നേ നമ്മുടെ സിൽവർ ബട്ടൻ്റെ അൺബോക്സിങ് ചെയ്യാം. ആക്ച്വലി ഇത് അൺബോക്സ് ചെയ്തു ഞാൻ നിങ്ങൾക്ക് റീൽസിൽ ഇത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാണ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് ഇത് വിശദമായിട്ട് കാണിച്ചു തരണമല്ലോ, കാരണം നമ്മൾ ഒരുമിച്ച് ഇന്നില്ലെങ്കിൽ ഇത് കിട്ടില്ലായിരുന്നു. ഒരുമിച്ച് അപ്പോൾ ഇതിൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് എത്തിക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ആക്ച്വലി ഇത് എന്താ പറയുക, ലിത്വാനിയ എന്നുള്ള രാജ്യത്തേക്ക് ഇത് വരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ എന്താ പറയുക, എന്തോ ഒരു ചെക്കിങ് ഒക്കെ ഉണ്ട്. എൻ്റെ പേര് ഞാൻ മറന്നു. എന്താ ചെക്കിങ്? ഒരു ചെക്കിങ് ഉണ്ട്. ഇത് വന്നിട്ടുള്ളത് വേറെ ഉള്ള അഡ്രസ്സാണ്, പക്ഷെ നമ്മുടെ സാധനമാണ്. അതിന് പേര് മാറില്ലേ, അഡ്രസ്സേ മാറുള്ളൂ, പേര് മാറില്ലേ. നമ്മുടെ പേരിൽ തന്നെ വരും, പേടിക്കണ്ട. ഇതിവിടെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. ഞങ്ങൾ പറയാൻ മറന്നു. ആക്ച്വലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ്, കാരണം ഇങ്ങനെ അതായത് നമ്മുടെ സിൽവർ ബട്ടണിലേക്കൊക്കെ നമ്മളിങ്ങനെ എത്തുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നമ്മുടെ സിൽവർ ബട്ടൺ ഇത്ര പെട്ടെന്നൊക്കെ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. ഞാൻ പറഞ്ഞില്ലേ 3 മാസം കൊണ്ടാണ് നമ്മുടെ സിൽവർ ബട്ടണിലേക്ക് എത്തിയത്. ഞാൻ യൂട്യൂബിൽ നിന്ന് ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിലായിരുന്നു കൂടുതൽ വീഡിയോസ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയാലും എനിക്കൊരു ചിന്ത വന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്ത വീഡിയോസൊക്കെ യൂട്യൂബിലേക്ക് തുടങ്ങും. അപ്പോൾ എനിക്ക് മനസ്സിലായത് ജെന്യൂൻ ആയിട്ടുള്ള ഫാമിലി, നല്ല റിയൽ ആയിട്ടുള്ള ഫാമിലി ഇൻസ്റ്റാഗ്രാം ഫാമിലി അല്ല, യൂട്യൂബ് ഫാമിലിയാണ്. ശരിക്കും ഇൻസ്റ്റാഗ്രാം ഫാമിലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് എത്രത്തോളം എനിക്ക് ഫീൽ ചെയ്യത്, ഇൻസ്റ്റാഗ്രാം ഫാമിലി ഒരു ഫേക്ക് വേൾഡ് ഉണ്ട് അതിൻ്റെ ബാക്കിൽ, ഇൻസ്റ്റാഗ്രാമിൻ്റെ ബാക്കിൽ. പക്ഷേ യൂട്യൂബ് അങ്ങനെയല്ല. യൂട്യൂബ് ഭയങ്കര റിയൽ ആയിട്ടുള്ള ഫാമിലിയാണ്. അവർ നമ്മൾ ശരിക്കും ഒരു ഫാമിലി മെമ്പർ പോലെ കാണും. ഇൻസ്റ്റാഗ്രാം അങ്ങനെയല്ല. ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ വെറുതെ സ്ക്രോളിങ്ങിൻ്റെ ഇടയിൽ വന്നു പോകുന്ന ഒരു വ്യക്തി മാത്രമാണ് നമ്മൾ. പക്ഷേ യൂട്യൂബ് അങ്ങനെയല്ല. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോകാം. ഞാൻ വീണ്ടും വലിപ്പിക്കുകയാണ്. ഇതിങ്ങനെ നമ്മൾ തുറക്കുമ്പോൾ ആദ്യം വന്നത് ഇങ്ങനൊരു ഷീറ്റാണ്. സ്പോഞ്ച്. അപ്പോൾ അതെ, ഈ സ്പോഞ്ച് നമുക്ക് മാറ്റി വയ്ക്കാം, ബ്ലാക്ക് ഇതുള്ളത്. അത് കഴിഞ്ഞ് ഇത് അൺബോക്സിങ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതല്ല, എനിക്ക് ഉറപ്പാണ് സിൽവർ പ്ലേ ബട്ടൻ്റെ. കാരണം ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ നമ്മുടെ സിൽവർ ബട്ടൺ നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഫാമിലിക്ക് തന്നെ. അപ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ എനിക്കൊന്നും ഈ ടീമാണ് ഈ അടിയിൽ കാണിക്കുന്ന പേരിൽ ഇവരാണ് ഈ സാധനങ്ങൾ മൊത്തം ചെയ്യണത്. അതായത് ഈ സിൽവർ പ്ലേ ബട്ടനും ഗോൾഡും ഡയമണ്ടും ഒക്കെ ചെയ്യണത് ഈ ടീമാണ്. ഇവരുടെ പേരാണ്, ഇവരുടെ പ്രൊമോഷൻ കാർഡാണെന്ന് തോന്നുന്നു ഇതിൽ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടീമിൻ്റെ പേര് ഞാൻ അവിടെ കണ്ടിരുന്നത്. എന്താണ് സൊസൈറ്റി അവാർഡ്സ്, ആ ടീമിൻ്റെ പേര്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നമ്മുടെ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ള എന്തിപ്പോൾ ഇതിന് പറയുക, ഇതൊക്കെ ഇല്ലേ സർട്ടിഫിക്കറ്റ്. അതായത് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തോന്നുന്നു. സർട്ടിഫിക്കറ്റ് ആണെന്ന് തോന്നുന്നു. മുന്നേ കുറേ പേര് അൺബോക്സിങ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ സംഭവം നമ്മുടെ കയ്യിലേക്ക് നമ്മൾ വിചാരിക്കണില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇതിൽ എഴുതിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡു യു റിമെമ്പർ യുവർ ഫസ്റ്റ് സബ്സ്ക്രൈബർ. ആരാണ് അതിൻ്റെ ഫസ്റ്റ് സബ്സ്ക്രൈബർ എന്ന്? ഞാൻ തന്നെയാണ്. യുവർ 100th 100ാമത്തെ ആരാന്ന് എനിക്കറിയില്ല, 1000 ആരാന്നറിയില്ല, 10,000ത്തെ ആരാന്നറിയില്ല. പക്ഷെ നമ്മളാണ് ഇതിൽ പറഞ്ഞ 100ഉം 1000ഉം 10,000 ഒക്കെ നമ്മളുടെ ആരൊക്കെയാണെന്ന് ഓർമ്മയുണ്ടെങ്കിൽ നല്ല കാര്യം. എനിക്ക് ഓർമ്മയില്ല സത്യമായിട്ടും. ഒന്നാമത്തെ ഞാനാണ്, അതെനിക്ക് ഉറപ്പാണ്. അല്ലെങ്കിലും എല്ലാവരും ഒന്നാമത്തെ ആൾ നമ്മൾ തന്നെ ആയിരിക്കുമല്ലോ. ഇതിൽ നമ്മളിങ്ങനെ എഴുതി നീൽ മോഹൻ കേട്ടുപരിച്ചിട്ടുണ്ടാവും. ഈ പേര് നല്ല കേട്ടുപരിച്ചിട്ടുണ്ടാവും. CEO ഓഫ് യൂട്യൂബ്. ആരാണെന്ന് അന്വേഷിച്ചാൽ മതി. എനിക്ക് എക്സൈറ്റ്മെൻറ്റ് താങ്ങാൻ പറ്റുന്നില്ല. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അമ്മയ്ക്ക് വിളിച്ച് കാണിച്ചു കൊടുത്തിട്ടോ. റീൽസിൽ കണ്ടിട്ടുണ്ടോ, അമ്മേനെ വിളിച്ച് കാണിച്ചു കൊടുത്തു. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു ഇനി നമുക്ക് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ കാണിക്കാം. ഇത് ഇങ്ങനെ തന്നെയാണ് വന്നത്. നീ ഒന്നും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു പെട്ടിയുണ്ട് കേട്ടോ. പെട്ടിയല്ല ഇത്, അതങ്ങനെ ഇരുന്നോട്ടെ. ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ. ഇത് കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ബാക്കിൽ എന്തോ വന്നിട്ടുണ്ടായിരുന്നു, അതും ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ പ്ലേ ബട്ടൺ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ വരുന്നത്. പണ്ട് പ്ലേ ബട്ടൺ, സിൽവർ പ്ലേ ബട്ടൺ ഇതിനേക്കാളും വലുതായിരുന്നു തോന്നുന്നു അല്ലേ? എനിക്കറിയില്ല കേട്ടോ, എനിക്കങ്ങനെ തോന്നുന്നു. ഇതിനേക്കാൾ വലുതായിരുന്നു നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ തോന്നുന്നു. ഇത് നമ്മളിതിങ്ങനെ പ്ലാസ്റ്റിക് കളയുമ്പോൾ നമ്മുടെ പ്ലേ ബട്ടൺ, നമ്മുടെ ചാനലിൻ്റെ പ്ലേ ബട്ടൺ പ്ലാസ്റ്റിക്. ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ, നമ്മുടെ ചാനലിൻ്റെ പ്ലേ ബട്ടൺ. ഇതിൽ ഞാൻ ഇത് കാണിച്ചു തരാം, പേര് ഇതിൽ കാണിച്ചു തരാം കേട്ടോ. കണ്ടു നമ്മുടെ പേര് ഇതിങ്ങനെ ഉണ്ടോ? ഞാനിത് മഹാൻ വ്ളോഗ്സ് എന്നുള്ളത് മാറ്റി മഹാൻ എന്ന് കൊടുത്താണ്. കാരണം ചില പേര് അങ്ങനെ ഇരുന്നോട്ടെ വെച്ചിട്ട്. എനിക്ക് മഹാൻ വ്ളോഗ്സിൽ എപ്പോഴും മഹാൻ ആ വേർഡാണ് എനിക്ക് ഇഷ്ടം. ആക്ച്വലി ഈ പേരിടുള്ള കാരണം കുറേ പേര് ചോദിച്ചാണ്. ഈ പേര് നല്ലൊരു യൂണിക് പേരാണ്, നല്ല മീനിങ്ഫുൾ ആയിട്ടുള്ള പേരാണ്. പിന്നെ ഈ പേര് ശരിക്കും സിനിമയിൽ നിന്ന് കിട്ടിയത്. ഞാൻ വിക്രമിൻ്റെ ഫാനാണ്, എല്ലാ സിനിമകളിലും ഫാനാന്ന് പറയില്ല. പക്ഷേ വിക്രം എന്ന നടൻ്റെ ഭയങ്കര ഫാനാണ്. അസാധ്യ നടനാണ് മനുഷ്യൻ.
അയാളെ മര്യാദയ്ക്ക് സിനിമ ഇൻഡസ്ട്രി ഉപയോഗിക്കുന്നില്ല. പക്ഷെ മഹാൻ എന്ന സിനിമയിൽ ഭയങ്കരമായിട്ട് ഉപയോഗിച്ചു. മഹാൻ എന്ന സിനിമ നിങ്ങൾ കണ്ടോ അറിയാം, ആ സിനിമയുടെ ആരാധകനാണ് ഞാൻ. പ്രത്യേകിച്ച് ആ ഡയറക്ടറെ കാർത്തിക് സുബ്രാജിൻ്റെ ഭയങ്കര ഫാനാണ് ഞാൻ ആളുടെ സിനിമകളിലെ. പക്ഷേ ഇഷ്ടപ്പെടാത്ത സിനിമകളുണ്ട്, പക്ഷേ ആളുടെ സിനിമ മേക്കിംഗ് അടിപൊളിയാണ്. അപ്പോൾ ആളും എന്താ പറയുക നമ്മുടെ വിക്രമും ഇവരൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കോമ്പോ ആണ്. ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വന്നപ്പോൾ പിന്നെ അതിലത്തെ ആ മ്യൂസിക് കൂടി കേട്ടിട്ടാണ് ഞാൻ സിനിമയുടെ അഡിക്ഷനായി പോയത്. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട പേരാണ് നമ്മുടെ മഹാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ. സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ് കേട്ടോ ഇത് കാണുമ്പോൾ. ഞാൻ ഈ വീഡിയോയിൽ കാര്യമായി എഡിറ്റ് ഒന്നും വരത്തില്ല. ഞാൻ ഇത് തന്നെ കാരണം വെച്ചാൽ ഇതിൽ അധികമായി എഡിറ്റ് ഒന്നും വരത്തില്ല. കാരണം ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് പോകും. എന്താ ഞാൻ ഇപ്പോൾ പറയാം, ഇപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി എനിക്ക് തോന്നുന്നു അധികം സമയമായിട്ടില്ല. ജൂൺ ജൂലൈ ഇതിപ്പോൾ ജൂലൈയിലായിട്ടുള്ളൂ. എൻ്റെ ആരോഗ്യത്തിനാണെങ്കിൽ 4-5 മാസം എന്തോ ആയിട്ടുള്ളൂ നമ്മൾ യൂട്യൂബ് എന്ന ചാനൽ തുടങ്ങിയിട്ടല്ല. ചാനൽ തുടങ്ങിയിട്ട് കുറേ കേട്ടോ. കഴിഞ്ഞ വർഷം തുടങ്ങി, ഞാൻ അത് പറയാൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം തുടങ്ങിയിട്ട് പക്ഷേ ഞാൻ വീഡിയോ ശ്രദ്ധിക്കാറില്ല. ഞാൻ യൂട്യൂബിൽ ശ്രദ്ധിക്കാറില്ല. എനിക്കതിനെ സമയം കിട്ടാറില്ല. പഠിപ്പ്, ജോലി, ഇതിൻ്റെ എല്ലാത്തിനും കൂടെ ഇതൊന്നും നമുക്ക് സമയം കിട്ടാറില്ല. പിന്നീട് ഞാനിവിടെ ചിന്തിച്ചു, ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഉണ്ടല്ലോ, അത് റീൽസിലോട് ഇട്ടാൽ ഷോർട്സിലോട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതായത് ഇവിടെയും കാണാൻ ആളുകളുണ്ടല്ലോ എന്നുള്ള ചിന്ത എനിക്ക് വന്നത്. ആ ചിന്തയാണ് എന്നെ മാറ്റിയത്. ആ ചിന്തയിൽ നിന്നാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞവർ ആ വീഡിയോസ് ഇവിടെ ഇട്ടു. അവിടെ നിന്നാണ് നമ്മൾ വളർന്നു വന്നത്. എനിക്കിത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. അതായത് ഞാൻ എപ്പോഴും അമ്മോട് പറയാറുണ്ട്, അമ്മ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം. ഞാൻ ആക്ച്വലി ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള മനുഷ്യനാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഇൻട്രോവേർട്ടാണ് ഞാൻ. അങ്ങനെ എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയയിൽ മാത്രമേ ഞാൻ സംസാരിക്കാൻ പോകുള്ളൂ. അല്ലാത്തടത്തൊക്കെ ഞാൻ സൈലൻ്റ് ആയിട്ട് മിണ്ടാണ്ട് നിൽക്കുന്ന ആളാണ്. പക്ഷേ എൻ്റെ ഉള്ളിലൊരു എക്സ്ട്രോവേർട്ട് ഉണ്ട്. എനിക്ക് കുറേ എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ട്, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അതിന് ഏറ്റവും പറ്റിയ പ്ലാറ്റ്ഫോം ഞാൻ കണ്ടിട്ടുള്ളത് ക്യാമറയാണ്. ഈ ക്യാമറ എന്ന സാധനം എൻ്റെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്, അതിൽ ഞാൻ പകർത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ട്, അത് നിങ്ങളിലേക്ക് എത്തിക്കണം. ഭയങ്കര സന്തോഷം എനിക്ക്. എഡിറ്റിംഗ് എന്ന് പറയുന്ന പരിപാടിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആക്ച്വലി ഞാനൊരു വീഡിയോ കോണ്ടന്റ് ക്രിയേറ്റർ അല്ല, ഞാനൊരു എഡിറ്റർ എന്ന് അറിയപ്പെടാൻ എനിക്കിഷ്ടം. പക്ഷേ എൻ്റെ എഡിറ്റിംഗ് ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നതൊന്നും വലിയ സംഭവം എഡിറ്റിങ്ങേ അല്ല. ഇതൊക്കെ വളരെ ബേസിക് എഡിറ്റിംഗ് ആണ് ചെയ്യുന്നത്. നല്ല കഴിവുള്ള എഡിറ്റേഴ്സ് പറയുന്നുണ്ട്. പക്ഷേ എഡിറ്റിംഗ് ആണ് ഞാൻ ആക്ച്വലി ഇഷ്ടപ്പെടുന്നത്. എഡിറ്റിംഗ് എന്ന അതിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതിനു വേണ്ടിയാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. പണ്ട് വേറൊരു ചാനൽ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഫ്രണ്ട്സ് കൂടി. പക്ഷേ അതൊരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അതിൽ ഞാനൊന്നും അല്ലാത്ത അവസ്ഥ വന്നു. അതവിടെ ഇരുന്നോട്ടെ, അവരവരുടെ പണിയായിട്ട് അവിടെ ഇരുന്നോട്ടെ, നമുക്ക് അറിയേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ അതായത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒന്നിനും സമയമില്ല. നമ്മുടെ ഈ കുഞ്ഞ ലൈഫിൽ നമുക്ക് അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കാനൊന്നും സമയമില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സമയമുള്ളൂ. അതേ കുറവാണ്. നമ്മൾ ഈ സമയം കൊണ്ട് പട്ടണത്തെ ആഗ്രഹങ്ങൾ തീർത്തരും. വല്ലവൻ്റെ ആഗ്രഹങ്ങളുടെ ഭാഗമായി ജീവിക്കാതെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിച്ച് പോയിക്കൊണ്ടേ ഇരിക്കുക. അതിനുള്ള സമയമേ നമുക്ക് ലൈഫിലുള്ളൂ. എന്ത് വേണമെങ്കിൽ ഉണ്ടാവാം നാളെ എന്നൊരു ദിവസം. അത് നമ്മൾ എപ്പോഴും മറക്കരുത്. ഇനി നമ്മുടെ പ്ലേ ബട്ടൺ നമുക്ക് നല്ലൊരു സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യണം. അതിനൊക്കെ ടൈം എടുക്കും, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ വരുന്നത്. ഇത്രയാണ് നമ്മുടെ ഇത്രയാണ് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൻ്റെ അൺബോക്സിങ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും കണ്ടതിൽ സന്തോഷമാണെന്ന് തോന്നുന്നു. എനിക്കും ഭയങ്കര സന്തോഷം. എല്ലാവർക്കും എന്താ പറയുക, എല്ലാവർക്കും ഒരുപാട് നന്ദി. നമുക്കിനി മുന്നോട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. ഞാൻ ഇനി ഭാവിയിൽ കുക്കിങ്ങിനേക്കാളും കൂടുതലായിട്ട് വീഡിയോ വരുന്നത് കുക്കിങ്ങും വരും കേട്ടോ. ഞാൻ ട്രാവൽ വീഡിയോസ് ആയിരിക്കും. എനിക്ക് ലോകം കാണാൻ ഇഷ്ടമുള്ള ആളാണ്. നിങ്ങൾക്ക് ലോകം കാണിച്ചു തരാൻ ഇഷ്ടമുള്ള ആളാണ്. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ കുറേ വീഡിയോസ് നമുക്ക് വരും, ഉറപ്പായിട്ടും വരും. ട്രാവൽ വീഡിയോസും വരും, കുക്കിംഗ് വീഡിയോസും വരും, നമ്മുടെ ലൈഫ് സ്റ്റൈൽ വീഡിയോസും വരും, എല്ലാം വരും. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.